ഉപ്പളയിൽ വൻ മയക്കുമരുന്ന് വേട്ട. വിൽപ്പനക്കാരായ 2 യുവാക്കളെ സിനിമാ സ്റ്റൈലിലാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 38.23 ഗ്രാം MDMA-യും കൂടാതെ 1,62,000 രൂപയും പിടിച്ചെടുത്തു. This news sponsored by Yenappoya Speciality Hospital, Kodiyal Mile, Mangalore. ഞായറാഴ്ച രാത്രി 11:30-യോടെയാണ് സംഭവം. മംഗൽപാടിയിലെ സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ സർവീസ് റോഡിൽ വെച്ച് KL14 AB 9253 നമ്പർ വെളുത്ത സ്വിഫ്റ്റ് കാറിൽ MDMA വിൽപ്പന നടക്കുന്നതായി മഞ്ചേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന് പിന്നാലെ പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. ലക്ഷ്യം വെച്ച കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ മിന്നൽ വേഗതയിൽ ഇതിനെ വളഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന കുമ്പള ഷെറിയ സ്വദേശിയും ഇപ്പോൾ കുബണൂരിൽ താമസക്കാരനുമായ ഇബ്രാഹിം സുഹൈൽ എന്ന 23-കാരനെയും പിൻസീറ്റിലുണ്ടായിരുന്ന ബന്ദിയോട് അടുക്ക സ്വദേശി മുഹമ്മദ് അനസുദ്ദീൻ എന്ന 20-കാരനെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഡാഷ്ബോർഡിൽ നിന്നും നോട്ടുകളും ബാക്ക് സീറ്റിന് പിന്നിലെ പൗച്ചിൽ നിന്നും സിപ്ലോക്ക് കവറുകളിലാക്കി സൂക്ഷിച്ചിരുന്ന MDMA-യും കണ്ടെത്തിയത്. പണം എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ 500 രൂപയുടെ 323 നോട്ടുകളും 200 രൂപയുടെ 5 നോട്ടുകളും ഉൾപ്പെടെ ആകെ 1,62,500 രൂപയുണ്ടെന്ന് ബോധ്യമായി. ഇത് മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ചതാണെന്ന് പ്രതികൾ സമ്മതിച്ചതായാണ് വിവരം. ശേഷം ഗസറ്റഡ് ഓഫീസറുടെ അനുമതിയോടെ പ്രതികളുടെ ദേഹപരിശോധന നടത്തിയപ്പോൾ ഒരു ഐഫോണും റെഡ്മിയുടെ ഒരു മൊബൈൽ ഫോണും കണ്ടെത്തി. തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് പുലർച്ചെയോടെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം പ്രതികളെയും കൂടാതെ കസ്റ്റഡിയിലെടുത്ത MDMA-യും പണവും കാറും മൊബൈൽ ഫോണുമെല്ലാം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇരുവർക്കും MDMA ലഭിക്കുന്ന ഉറവിടവും ഇവർ വിതരണം ചെയ്യുന്ന ഇടങ്ങളെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട കണ്ണികളെക്കുറിച്ചുമെല്ലാം സമഗ്രവും ഊർജിതവുമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.